വ്ളോഗ്സിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാഫിയ വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തോന്നാൻ ആഗ്രഹിച്ചൊരു ഈവനിങ് വാക്ക് ഞാനിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ID കാർഡ് കിട്ടിയപ്പോൾ തൊട്ടിൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ ഇടവഴിക്കൂടെ ഇങ്ങനെ ഇടയിൽ കൂടെ ഉള്ളിലേക്കുള്ള റോഡൊക്കെ ഉള്ളിൽ കൂടെ പോകണം എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ലാസ്റ്റ് അത് ഫൈനലി സാധിച്ചിരിക്കുന്നു. അടിപൊളി കാരക്ക മരങ്ങൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കി. മഞ്ഞ ചുവപ്പ് മഞ്ഞ അങ്ങനത്തെ ഒരു ഇതിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് കാരക്ക മരങ്ങളൊക്കെ. ഇതിനെന്തെങ്കിലും ഐതിഹ്യമോ ഇതൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. സൂപ്പറാണ് ഗൈസ്, അടിപൊളി. പിന്നെ ഇവിടുന്ന് ഞാൻ പുൽകൃഷി കണ്ടു. പുൽകൃഷി പറയാനെന്നുണ്ടെങ്കിൽ അടിപൊളി. ഒട്ടകങ്ങൾക്ക് കൊടുക്കാനാ തോന്നണു ഈ പച്ച പുല്ല്. പിന്നെ ഈ കാരക്ക മരങ്ങൾ എനിക്ക് കയ്യെത്താൻ ദൂരത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറിക്കാൻ തോന്നി. ചെറുതൊക്കെ കണ്ടോ, ചെറുതൊക്കെ എനിക്ക് കയ്യെത്താൻ ദൂരത്തായതുകൊണ്ട് പറിക്കാനൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ അവരത്രയും നെറ്റൊക്കെ കെട്ടി ഇതാക്കിയതല്ലേ പറഞ്ഞപ്പോൾ പറിക്കാനും തോന്നിയില്ല. പിന്നെ ഗൈസ്, ഈ ചൂടുകാലം ഈ വേനൽക്കാലം പറയുന്നത് പക്ഷികളുടെ ഒരു ഉത്സവ ദിവസം എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൂട്ടം മൈനകളോ വന്നാണ്ട് ഈ ഒരു കാരക്കകളൊക്കെ കൊത്തി തിന്നുന്ന കേട്ടോ ഗൈസ്. ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ഉത്സവമാണ്. കാരണം എന്താ വെച്ചാൽ അവരെത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കാരക്കകളൊക്കെ ഇങ്ങനെ കുലച്ച് ഭംഗിയിലുണ്ടാവുന്ന കാണുമ്പോൾ നമുക്കൊരിതല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു റോസാപ്പൂ അത് നല്ല ഉണ്ടാവുന്ന കാണുമ്പോൾ നമുക്കൊരിതല്ലേ. അതേപോലെ തന്നെയാണ് ഇത് നട്ട് വളർത്തിയ കൃഷിക്കാർക്കും അങ്ങനെ ഇക്കാരം. അടിപൊളി ഗൈസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതാ ചുവപ്പ് മഞ്ഞ ചുവപ്പ് അങ്ങനെയായിരുന്നു ഈ കാരക്ക മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ കാരക്കൻ്റെ മരത്തിൻ്റെ ഇല അറിയുന്നത് നല്ല ഷാർപ്പായിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. ഇവിടേക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ വേപ്പ് മരം, ആര്യവേപ്പിൻ്റെ മരം കണ്ടു, ബെറാപ്പിൾ കണ്ടു, ഉറുമാമ്പായല്ലേ അതിൻ്റെ മരം കണ്ടു, എല്ലാത്തിൻ്റെ മരവും കണ്ടു, മാവ്